നമസ്കാരം. എൻ്റെ പേര് സോനു വിജയകൃഷ്ണൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യോഗ പ്രവാഹ. ഞാൻ യോഗ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കതിൻ്റെ മലയാളം വേർഡ് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മെല്ലെ നമ്മുടെ ChatGPTൻ്റെ അടുത്ത് ചോദിച്ചു മൈൻഡ്ഫുൾനെസ്സിൻ്റെ മലയാളം എന്താണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് മനസ്യാധാനം എന്നാണ്. മനസ്സമാധാനമല്ല, മനസ്യാധാനം, മൈൻഡ്ഫുൾനെസ്. നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. ഇന്ന് ഞാനൊരു അറൗണ്ട് 8:30 ഒക്കെ ആയപ്പോൾ കടയിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ കടയ്ക്ക് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനെന്താ ചെയ്തത്, ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് കുട ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ മെല്ലെ എൻ്റെ കുട നിവർത്തി. അപ്പോൾ എന്നിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ മഴ കുടയിൽ വന്ന് വീഴുന്ന ഒരു സൗണ്ട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. അതെനിക്ക് ഭയങ്കര ഒരു സൂതിങ് എഫക്റ്റ് ആയിരുന്നു. മെല്ലെ മെല്ലെ ആ സൗണ്ട് കൂടി തുടങ്ങി. അതായത് മഴയുടെ ആ ഒരു സ്ട്രെങ്ത്ത് കൂടി തുടങ്ങി. സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കൂടുന്തോറും അതിൻ്റെ ആ സൗണ്ടിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും എൻ്റെ മനസ്സിൽ എൻ്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ടെന്നും ഞാൻ ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഒരു കയറ്റമാണ്. അപ്പോൾ ആ കയറ്റത്തിലൂടെ നടക്കുമ്പോൾ വെള്ളം ഇങ്ങനെ താഴത്തോട്ട് ഒഴുകുന്നുണ്ട്. എൻ്റെ കാലിൽ കൂടി ഇങ്ങനെ വന്ന് പതിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം എൻ്റെ കാലിൽ കൂടി ഇങ്ങനെ തഴുകി പോണതും പിന്നെ ചെറിയൊരു കാറ്റിൽ ആ ഒരു മഴയുടെ ഒരു ചെറിയ ചെറിയ മഴത്തുള്ളികൾ എൻ്റെ ശരീരത്തിൽ വീഴുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ തന്നെ ശ്രദ്ധിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിരി വന്നു. എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ചെറുപ്പത്തിൽ വെക്കേഷനൊക്കെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇതുപോലെ റോഡ് താഴത്തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ താഴത്തോട്ട് ഒഴുകി പോകുമ്പോൾ കുഞ്ഞിലെ പേപ്പർ കൊണ്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഈ തോണി ഉണ്ടാക്കും, ബോട്ട് ഉണ്ടാക്കി കളിക്കും. അപ്പോൾ അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നിലത്തിരുന്ന് ആ ചെറിയ പേപ്പർ കൊണ്ട് തോണിയൊക്കെ ഉണ്ടാക്കി വെള്ളത്തിലൊക്കെ ഒഴുക്കി വിടുന്ന ആ ഒരു മെമ്മറീസൊക്കെ എനിക്കിങ്ങനെ മെല്ലെ വന്നു. സോ അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നു. ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഞാൻ ബേസിക്കലി പറഞ്ഞു വരുന്നത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഇതാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നോ, നമ്മൾ എന്ത് കാര്യത്തിൽ ഏർപ്പെടുന്നോ, ആ കാര്യത്തിലോട്ട് നമ്മളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ ആ ഒരു മൊമെൻറ്റിനെ, നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു മൊമെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും എൻജോയ് ചെയ്യുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പലരും ഇന്നത്തെ കാലത്ത് മൈൻഡ്ഫുള്ളായിട്ടല്ല പല കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാം ഒരു റോബോട്ടിക് മാതിരിയാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു റുട്ടീൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരവും അറിയാതെ അങ്ങ് ചെയ്തു പോകും. ഇപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്ത് പോവും നമ്മളറിയാതെ. വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ചിന്ത പല സ്ഥലത്തായിരിക്കും, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എല്ലാവരും, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ലൈഫിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യുന്നു, ശരീരം ഒരു സ്ഥലത്ത്, മനസ്സ് വേറെ സ്ഥലത്ത്. ബട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മിയർലി എക്സിസ്റ്റ് ചെയ്യാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസം രാവിലെ എണീറ്റത് മുതൽ രാത്രി വരെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് ഒരു 24 hours നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്തു, ഓരോ മൊമെൻറ്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയിൽ ടെക്നീക്സ് ഉണ്ട്. പ്രാണായാമ, ബ്രീതിങ് എക്സസൈസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടെക്നീക്കാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 5 മിനിറ്റ് കണ്ണടച്ചിട്ട് 5 മിനിറ്റ് ഇരിക്കാൻ, ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിലോട്ടോ സബ്ജക്റ്റിലോട്ടോ. ഇപ്പോൾ ബ്രീതിങ് എക്സസൈസ് ആണെങ്കിൽ കണ്ണടച്ച് ബ്രെത്തിൽ മാത്രം ശ്വസിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് പോലും ആൾക്കാർക്ക് ഇരിക്കാൻ ചാലഞ്ചിങ് ആണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ എനിക്കറിയാതെ അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. നമ്മളെ ശരീരം എവിടെയാണെങ്കിലും നമ്മളുടെ മനസ്സ് ടക്ക് 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 എന്നിങ്ങനെ പല സ്ഥലത്തോട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും.
നമ്മളതിനെ യോഗ ക്ലാസ്സിൽ നമ്മൾ ടീച്ചേഴ്സ് തന്നെ മങ്കി മൈൻഡ് എന്നാണ് പറയുക. ഈ മങ്കീസ് എങ്ങനെയാണ് ഒരു ചില്ലിൽ നിന്ന് അടുത്ത ചില്ലിലോട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ്. അപ്പോൾ ഇതാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നോ, നമ്മൾ എന്ത് കാര്യത്തിൽ ഏർപ്പെടുന്നോ, നമ്മളുടെ ശ്രദ്ധ, നമ്മുടെ ശരീരവും നമ്മളുടെ മനസ്സും നമ്മളുടെ കോൺസെൻട്രേഷനും ആ കാര്യത്തിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്തു, പ്രാണായാമം ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു എന്ന് മാത്രമല്ല, അല്ലാത്ത ആൾക്കാർക്കും നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുകയാണ്. നമ്മൾ ആ ചായ കുടിക്കുമ്പോൾ ആ ചായയുടെ കളറ്, അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ ചൂട്, അതിൻ്റെ ആവി പറന്നു പോകുന്നത്, ആ കപ്പിൻ്റെ ഷേപ്പ്, കളറ്, അതിൻ്റെ ടെക്സ്ചർ, അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കുടിക്കുമ്പോൾ ആ ചായയുടെ രുചി, അതിൻ്റെ ടെക്സ്ചർ, അത് കുടിക്കുമ്പോൾ ഒരു ഫീലിംഗ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ടാണ് നമ്മൾ ആ ചായ കുടിച്ചത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ പലരും ഇപ്പോൾ ഇടയിൽ ഫോൺ എല്ലാവരും അധികം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ കണ്ടുകൊണ്ടാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. എന്താണ് കഴിക്കുന്നത്, എത്രയാണ് കഴിക്കുന്നത്, അതൊന്നും ആൾക്കാരിലോട്ട് ശ്രദ്ധയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റോ അതിൻ്റെ ടെക്സ്ചറോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എവറി ഡേ ചായ കുടിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ തുണി മടക്കി വയ്ക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴോ, നമ്മൾ നടക്കുന്ന സമയത്ത് ആ കാല് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നത്, അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ആ കാല് നിലത്ത് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കത് മെല്ലെ മെല്ലെ എല്ലാ ദിവസവും അതൊരു പ്രാക്ടീസാണ്, അതൊരു പ്രാക്ടീസായിട്ട് നമുക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രാക്ടീസസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് എനിക്ക് സംഭവിച്ചതുപോലെ ഞാൻ ആ മഴയെ എൻജോയ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്ന ഒരു സന്തോഷം, ആ മൊമെൻറ്റ് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഞാൻ ഒരു സ്പോട്ട് ഒരു കുറച്ച് നേരത്തേക്ക് ബാക്കിലോട്ട് പോയി, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ആ പോയ മൊമെൻറ്റും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു ദിവസം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ നന്നായി എക്സ്പീരിയൻസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധ കൊണ്ടുവന്ന് അതിനെ ടോട്ടലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയണേ. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു ആക്ടിവിറ്റിയെങ്കിലും നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കുള്ളിൽ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്ക് കോൺസെൻട്രേഷനും ഫോക്കസും നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ക്ലാസ്സിലാണെങ്കിലും കുറേ പേര് ഭയങ്കര ആങ്സൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ മൈൻഡ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബേസിക്കലി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ വേറൊരു വഴി കൂടി പറഞ്ഞുതരാം. യു ക്യാൻ ഓൾസോ ഫോക്കസ് ഓൺ യുവർ ബ്രീതിങ്. നമുക്ക് ചിന്ത പല സ്ഥലത്തോട്ട് പോകുന്നു എന്ന് നമുക്ക് തന്നെ അവെയർ ആവുന്ന ഒരു സമയത്തോട്ട് ആ ശ്രദ്ധയെ തിരിച്ച് കൊണ്ടുവന്ന് നമ്മളുടെ ശ്വാസം മൂക്കിലൂടെ അകത്ത് പോയി വയറ് വരെ എത്തുന്നതും, വയറ്റിൽ നിന്ന് മെല്ലെ മൂക്കിലൂടെ പുറത്ത് പോകുന്നതും, ആ ഒരു ശ്വാസത്തിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ ടൈമിങ്ങും ഒക്കെ ശ്രദ്ധിക്കാം. ഒരു 10 നോർമൽ ബ്രീതിങ് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ശ്രദ്ധ നമ്മളിലോട്ട് വന്നു, അലൈൻഡായി എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മൈൻഡ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. യോഗയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡ്ഫുൾനെസ്. എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ ആ കാര്യത്തോട് ശ്രദ്ധ കൂടുതൽ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടി നന്നായി എക്സ്പീരിയൻസ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ്, ഫ്യൂച്ചർ ആലോചിച്ചിട്ടുള്ള ആങ്ഷ്യസ്നെസ്, പാസ്റ്റ് ആലോചിച്ചിട്ടുള്ള ഒരു ഡിപ്രഷൻ, അതൊക്കെ ഒന്നൊക്കെ ഡൗൺ ചെയ്ത് പ്രസൻറ്റ് മൊമെൻറ്റിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളായിട്ട് ഞാൻ മെല്ലെ മെല്ലെ വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ ടേക്ക് കെയർ എവറിബഡി ആൻഡ് നമസ്തേ.